പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 1 വേഴ്സ് 8. സകല കാര്യങ്ങളും ശ്രമാവഹങ്ങളാകുന്നു, മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. വളരെ ഫിലോസഫിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവായിട്ടുള്ളൊരു ബുക്കാണ് സഭാപ്രസംഗി. ഈ ഭൂമിയിലെ ജീവിതത്തെ നോക്കിയിട്ട് സമയവും എല്ലാം ഒരർത്ഥമില്ലാത്തതാണെന്ന് പറയുന്ന ഒരു ബുക്കാണ്. മനുഷ്യർ വളരെ ഹാർഡായിട്ടൊക്കെ വർക്ക് ചെയ്യും. ധനം സമ്പാദിച്ചു വെക്കാനും റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചെടുക്കാനും ഒക്കെ ശ്രമിച്ചാലും ഇവഞ്ച്വലി അവരെല്ലാം മരിക്കും. ചെയ്തതെല്ലാം വെറുതെ ശ്രമാവഹങ്ങളായിട്ട് മാറും. അവസാനം വരുമ്പോൾ ഈ ഭൂമിയിലൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ചില പാറ്റേൺസ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് ശരിക്കും ഡിപ്രസ്സിങ്ങാണ് അല്ലേ? ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് നമുക്ക് വന്നാൽ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഫക്റ്റ് ചെയ്യും. ജീവിതം എന്ന് പറയുന്നത് ചില സമയത്ത് ഹാർഡാണ്. നമ്മളേതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചാലും നമുക്ക് ചിലപ്പോൾ ഒരു എഫക്റ്റ് അതിനെക്കുറിച്ചുള്ളത് കിട്ടത്തില്ല. നമുക്ക് തന്നെ തോന്നും ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ എവ്രിതിങ് അണ്ടർ ദ സൺ, അതായത് സൂര്യന് കീഴെയുള്ള സകലത്തെയും കുറിച്ചാണ് ഇത് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നത്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 20 ഇങ്ങനെ പറയുന്നു, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നത് ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളോടുണ്ട്. ഈ ഭൂമിയെ കൂടാതെ ദൈവമക്കളെ ഒരു ആത്മീയ ലോകമുണ്ട്, ഒരു സ്പിരിച്വൽ വേൾഡുണ്ട്. അതായത് മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം നമുക്കെപ്പോഴും പ്രത്യാശ തരുന്നതാണ്. ദൈവം നമുക്ക് അർത്ഥമില്ലാത്ത ജീവിതത്തിൽ നിന്ന് വിടുതൽ തരും, ഡെലിവറൻസ് തരുമെന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. നമുക്ക് വേണ്ടി ഒരു നല്ല ലോകം അവൻ ഒരുക്കിയിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് വേൾഡ്, ഒരു പുതിയ വേൾഡ്. പക്ഷെ അത് ആർക്കാണെന്നറിയാമോ? ദൈവത്തെ യേശു കർത്താവായിട്ട് സ്വീകരിച്ചവർക്കാണ്. എന്നിട്ടാണ് പറയുന്നത് 21-ാം അധ്യായം 5-ാം വാക്യം, റെവലേഷൻ്റെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യം. അതിങ്ങനെ പറയുന്നു, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, യേശുവിനെ അനുകരിക്കുന്നവരെയൊക്കെ അനുഗമിക്കുന്നവരെ നല്ലവണ്ണം അറിയാം. അവരൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വറിയടിക്കുന്നവരാണെന്നും എൻ്റെ യേശുവിനറിയാം. ഭക്ഷണത്തെ ചൊല്ലി, പാർപ്പിടത്തെ ചൊല്ലി, ആരോഗ്യത്തെ ചൊല്ലി, അവർക്ക് ധരിക്കേണ്ടുന്ന വസ്ത്രത്തെ ചൊല്ലി, ജീവിതത്തിലെ സുരക്ഷിതത്വത്തെ ചൊല്ലി ഒക്കെ വറിയടിക്കുന്നവരാണ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ ആവശ്യമാണ്. പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വറിയടിച്ചാൽ നമ്മുടെ ചിന്തയെ അത് ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഒരു കാലത്തും ഇടയാകരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം, അത് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന വാക്യമാണ്. സീ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് ടു യു. ആ വാക്യം പറയുന്നത് ഇങ്ങനെ, 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും.
നമ്മൾ വിചാരപ്പെട്ടുകൊണ്ട് വല്ലതും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 6:27 ഇങ്ങനെ പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആർക്കും കഴിയത്തില്ല. നമ്മൾ പറയടിക്കേണ്ടെന്ന് യേശു പറയുന്നില്ല. യേശു നമുക്ക് എല്ലാത്തിനും വേണ്ട റീസൺസ് തന്നിട്ടുണ്ട്, നല്ല റീസൺസ് തന്നിട്ടുണ്ട്. നമ്മുടെ സ്വർഗസ്നായ പിതാവിനറിയാം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന്. തന്നെയുമല്ല, നമ്മുടെ പിതാവിന് കഴിയുമുണ്ട്. ഹീ ഈസ് ഏബിൾ ടു പ്രൊവൈഡ്. പ്രൈസ് ദി ലോർഡ്. അതവനറിയുകയും ചെയ്യാം. പക്ഷികളെയും എല്ലാവിധ പറവുകളെയും നല്ലവണ്ണം സൂക്ഷിക്കുന്ന ഒരു കർത്താവാണല്ലോ നമുക്കുള്ളത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഓരോ ദിവസവും. അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ഒരിക്കലും പട്ടിണിക്കിടത്തില്ല, വിഷമത്തിലിടത്തില്ല. നമുക്ക് വേണ്ട പ്രൊവിഷൻസ് എല്ലാം അവൻ തരും. അപ്പം നമ്മുടെ സ്വർഗീയ പിതാവിനെ നമ്മുടെ സ്വന്തം പിതാവായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഞാൻ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വറീസ് മാറ്റിവെക്കുകയല്ലേ ഏറ്റവും നല്ലത്. അതിന് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഗോഡ്സ് ലോസ് ആർ ഹോളി ആൻഡ് റൈച്ചസ് ആൻഡ് ഗുഡ്. എന്നാൽ നമ്മൾ മനുഷ്യർ പ്രകൃതിയാൽ നമ്മൾ ഹോളിയൊന്നുമല്ല, റൈച്ചസുമല്ല, നല്ലതുമല്ല. അങ്ങനെ വന്നാൽ എന്തു പറ്റും? നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പെർഫെക്റ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ലോസ് എല്ലാം കൂടെ പ്രമാണിച്ച് അതിൽ കൂടാണോ നാം രക്ഷ കൈവശമാക്കുന്നത്? അങ്ങനെ വിചാരിച്ചെങ്കിൽ നമ്മൾ തോറ്റുപോയത് തന്നെ. ചെറിയ പാപങ്ങൾ, ഒരു ചെറിയ തോൽവി മതി നമ്മുടെ ജീവിതത്തിലെ സകലത്തെയും നശിപ്പിച്ച് കളയുവാൻ. നിയമം, ന്യായപ്രമാണം നമ്മെ അക്യൂസ് ചെയ്യുകയും നമ്മെ കണ്ടം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, റോമൻസ് ചാപ്റ്റർ 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വന്നത് നമ്മെ വീണ്ടെടുക്കാനാണ്. അവൻ എല്ലാ ലോസും പെർഫെക്റ്റായിട്ട് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് അവൻ്റെ പെർഫെക്ഷൻ ഷെയർ ചെയ്യാൻ പറ്റും. ന്യായപ്രമാണം പിന്നെ നമ്മളെ കുറ്റം വിധിക്കത്തില്ല. മനസ്സിലായില്ലേ? പൗലോസിൻ്റെ കാലത്ത് വിശ്വാസത്തിൽ വന്ന ചിലർ പ്രവൃത്തി കൊണ്ട് രക്ഷ നേടാമെന്നുള്ള ആ പഴയ സിസ്റ്റത്തിലേക്ക് മാറിപ്പോയി. അവർ ക്രിസ്തുവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. പക്ഷേ പിന്നെയും അവർ പാപത്തിൻ്റെ അടിമകളായിപ്പോയി. അതുകൊണ്ട് പൗലോസ് അവരെ ശക്തമായിട്ട് വോൺ ചെയ്തു. നമ്മുടെ പരിശ്രമം കൊണ്ട് ദൈവമക്കളെ ഒന്നും നടക്കത്തില്ല. ക്രൈസ്റ്റ് വിൽ ബി ഓഫ് നോ അഡ്വാൻറ്റേജ് ടു യു, ദെൻ ഓൾ ഹോപ്പ് ഈസ് ലോസ്റ്റ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ വാസ്തവമായി ആഴത്തിൽ നാം വിശ്വസിക്കേണ്ടതാണ്. പാപത്തിൻ്റെ എല്ലാ കോൺസിക്വൻസസിൽ നിന്നും നമുക്ക് ഒരു രക്ഷ നേടിയെടുക്കേണ്ടത് ആവശ്യമല്ലേ? നമുക്ക് ആകെ രക്ഷ പ്രാപിപ്പാൻ ഒരൊറ്റ വഴിയുള്ളൂ, അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമുള്ള വഴിയാണ്. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണ ഫുൾനെസ്സിലേക്ക് എത്തണം. സൃഷ്ടി ആ ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമെന്ന് പറയുന്നത്. യേശു കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളെയും പോക്കി
മനുഷ്യകുലം സഹിച്ച വേദന, മരണം, ഗ്രീഫ്, അതിൽ നിന്നെല്ലാം ജനത്തെ വിടുവിച്ചെടുക്കും. പഴയ കാലങ്ങളെ ഒന്നും ഓർക്കണ്ട, പുതിയതോർത്തുകൊണ്ട് പ്രത്യാശ നമ്മുടെ ഓരോ ദിവസവും വർദ്ധിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകണം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 21. അത് ഇങ്ങനെയാണ് പറയുന്നത്: അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. അതായത് മനസ്സിലാക്കണമേ, ക്രിയേഷൻ ഇറ്റ് സെൽഫ് വിൽ ബി സെറ്റ് ഫ്രീ ഫ്രം ഇറ്റ്സ് ബോണ്ടേജ് ടു കറപ്ഷൻ. പുതിയ ഭൂമി ബ്യൂട്ടിഫുള്ളാണ്, പീസ്ഫുള്ളാണ്, ഗ്ലോറിയസാണ്. അവിടെ ദൈവവും മനുഷ്യനും പെർഫെക്റ്റ് ഹാർമണിയിൽ ഒരുമിച്ച് ജീവിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളെ കാണുന്ന ദൈവമേ, ഇത്രത്തോളം ഞങ്ങൾ എവിടെയെല്ലാം സ്വാതന്ത്ര്യമില്ലാതിരുന്നോ ആ വിഷയത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായ സന്തോഷത്തോടെ ദൈനംദിന ജീവിതം കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.